CMR എക്സാലോജിക് ഇടപാട് കേസിലെ ഉത്തരവിന് പിന്നാലെ കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇഡി. കൊച്ചിയിൽ ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പഴുതടച്ച അന്വേഷണത്തിന് ഡയറക്ടർ നിർദ്ദേശം നൽകി. തൃപ്തികരമായ അന്വേഷണമെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ ഇഡി തുടർ നടപടികൾ വേഗത്തിലാക്കുന്നു എന്നതിന്റെ സൂചനകളാണോ? ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെയായിരുന്നു റെയ്ഡ് നടത്തിയത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുമ്പോൾ അടുത്ത നടപടി എന്തെന്ന ചോദ്യമാണ്. എന്താണ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം? സ്മൃതി, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ഇഡിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളാണ് കൊച്ചി സോണൽ ഓഫീസിൽ നടന്നത്. ഒന്ന്, ആദ്യം ചേർന്നത് ഉന്നതതല യോഗമാണ്. അതിൽ ഈ കേസുകൾക്ക് നേതൃത്വം നൽകുന്ന ഡെപ്യൂട്ടി ഡയറക്ടർമാർ അടക്കമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് ഡയറക്ടറായ രാഹുൽ നവീൻ എത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പ്രധാനമായി അന്വേഷണ പുരോഗതി വിലയിരുത്തി. ഇതുവരെ ശേഖരിച്ച റെയ്ഡിൽ നിന്നടക്കം ശേഖരിച്ച തെളിവുകളൊക്കെ തന്നെ പരിശോധിച്ചു. ഒപ്പം തന്നെ വീണ ടിയുടെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ച നടപടി, വീണയുടെ വിദേശ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചത്. അതിൽ നിന്നാണ് തൃപ്തികരമായ അന്വേഷണം എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീണ ടിക്കെതിരെ തെളിവുകളുള്ളതിനാൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഏറെ വിവാദമായ കേസാണ്, മാധ്യമ ശ്രദ്ധ നേടിയൊരു കേസാണ്. ആ ഒരു സാഹചര്യത്തിൽ പഴുതടച്ച അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശം കൂടി രാഹുൽ നവീന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പരമാവധി തെളിവുകൾ ശേഖരിച്ച് കോടതിയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ തിരിച്ചടി നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണെന്നുണ്ടെങ്കിൽ അത് ഇഡിക്ക് ക്ഷീണമായി മാറും. അതുകൊണ്ട് തന്നെ പഴുതടച്ച അന്വേഷണമാണ് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് മാത്രമല്ല, CMRന്റെ മറ്റ് ഇടപാടുകൾ അടക്കമാണ് അദ്ദേഹം പരിശോധിച്ചതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റ് കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനമായും നമുക്ക് അറിയേണ്ടത് വീണ ടിക്ക് എന്നത്തേക്ക് സമൻസ് എപ്പോഴാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തതായി അറിയേണ്ടത്.